വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നാട്ടിൽ പോവാം കേട്ടോ. ഒരു 1.5 വർഷമായി നാട്ടിൽ പോയിട്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ നേരത്തെ ജൂലൈ 17-നായിരുന്നു കേട്ടോ നാട്ടിൽ പോകാനായിട്ട്. ഈ മാസം ജൂലൈ 17-നാണ് ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും സെറ്റായിട്ട് വരാൻ വേണ്ടി. കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ലീവ് ക്യാൻസലായി, നാട്ടിൽ പോകണ്ട എന്നൊക്കെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് ഇന്നലെ വൈകിട്ട് ലീവൊക്കെ ഓക്കെ ആയി. അങ്ങനെ നമ്മൾ നാട്ടിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് അപ്രൂവലായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇന്ന് രാത്രി 11 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് ആയതുകൊണ്ട് നമ്മളെ വീട്ടിലും ആരുടെ പറഞ്ഞിട്ടില്ല കേട്ടോ. 2 വീട്ടിലും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല, ഏട്ടൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല. 2 അമ്മമാർക്കും അറിയത്തില്ല വരുന്ന വിവരം. പിന്നെ എൻ്റെ അനിയനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കാറൊക്കെ കൊണ്ട് എയർപോർട്ടിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനിയന് മാത്രമേ അറിയാവൂ നമ്മൾ വരുന്ന വിവരം. അങ്ങനെ അതിന് ശേഷം പിന്നെ ഫുൾ ഓട്ടത്തിലായിരുന്നു ടിക്കറ്റ് എടുത്തതിന് ശേഷം. കാരണം അത് വാങ്ങണം ഇത് വാങ്ങണം, പിന്നെ മൊത്തം ഒരു എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഇതുമില്ല. കാരണം എല്ലാം പെട്ടെന്നായതുകൊണ്ട് എന്തൊക്കെ മിസ്സായോ ഒന്നും അറിയില്ല. അപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ, ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ പാക്കിങ്ങും വാങ്ങലും ഒക്കെ ആയിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ജാനുക്കുട്ടിക്ക് അറിയില്ല നാട്ടിൽ പോകണമെന്ന്. അപ്പോൾ ഇവൾ പാക്കിങ് കണ്ടപ്പോൾ ചെറിയൊരു സംശയം തോന്നി, ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്യുന്നത്. അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടില്ല. ഈ കുറേ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പം ഇതെന്തിനാണ് എടുത്ത് പാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് നമ്മളൊരു ഫ്രണ്ട് പോകുന്നുണ്ട് നാട്ടിൽ, അപ്പോൾ ആ അങ്കിളിന് കൊടുത്തു വിടാനാ, വീട്ടിൽ കൊടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞേക്കുക. ഇനി പാക്കിങ് കൊണ്ട് രാവിലെ മുതൽ കിടന്ന് ഈ ഒരു ഓട്ടോ ആയതുകൊണ്ടേ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെ പാക്കിംഗ് ഒക്കെ ഒരു വിധത്തിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. കാരണം പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ മേടിക്കണം ഏതങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു. രാത്രി ടിക്കറ്റ് എടുത്തു, രാത്രിയും രാവിലെയായിട്ട് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലും മിസ്സായി പോയോ, ഒരു പ്ലാനിങ് ഇല്ലാത്ത പർച്ചേസിംഗ് ഒക്കെ ആയിപ്പോയി. അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളെല്ലാം ഒപ്പിച്ചു. എന്നിട്ട് പാക്ക് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു പാക്ക് ചെയ്തതൊക്കെ. ഏട്ടനിടയ്ക്കൊക്കെ വന്ന് നോക്കുമായിരുന്നു. ഏട്ടൻ കുറച്ച് പണിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോകുമായിരുന്നു, കാറ് വാഷ് ചെയ്യാനൊക്കെ. പിന്നെ 1 മാസത്തേക്ക് വീടടച്ചേക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാം തൂത്തും തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ പാലൊക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നു, പാലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ചായയും പാലും ഒക്കെ ആയിട്ട് കുടിച്ചു. ചെടിക്കൊക്കെ വെള്ളം വീഴ്ത്തി, മീനിനൊക്കെ ഫുഡ് കൊടുത്തു, തുണിയൊക്കെ അലക്കി വിരിച്ചു. അപ്പോഴത്തേക്കും ഈ മീനിനും ചെടിയെ ഞാൻ ചേപ്പിച്ചോട്ടോ ഈ 1 മാസത്തേക്ക് ചേച്ചി നോക്കാനായിട്ട്. അങ്ങനെ ഒരു 8 മണിയായപ്പോഴത്തേക്കും നമ്മളെല്ലാവരും റെഡിയായി. ഷാർജ എയർപോർട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു 8 മണിക്കാണ് ഇറങ്ങിയത്. 11:30-ക്കാണ് ഫ്ലൈറ്റ്. ചേച്ചിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ. കാരണം 1 മാസത്തേക്ക് ചേച്ചി ഒറ്റയ്ക്കാണല്ലോ എന്നൊരു സങ്കടത്തിലായിരുന്നു ചേച്ചി ഇരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നേരത്തെ ഇറങ്ങിയത് നന്നായി കേട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു, 1 മണിക്കൂറൊക്കെ എടുത്തായിരുന്നു കേട്ടോ ബ്ലോക്കും. പിന്നെ അവിടെ ചെന്നപ്പോഴപ്പോൾ ഷാർജ എയർപോർട്ടിനകത്ത് കയറിയപ്പോൾ പൂരത്തിൻ്റെ ആളായിരുന്നു. ഇത്ര ആൾക്കാർ നാട്ടിൽ പോകുന്നുണ്ടോ എന്ന് തന്നെ നമ്മൾ അതിശയിച്ചു. അവസാനം എമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് മക്കളടുത്ത് പറഞ്ഞത് നാട്ടിൽ പോവുകയാണെന്ന്. ചാനുകുട്ടിക്ക് ഏകദേശമൊക്കെ മനസ്സിലായായിരുന്നു. കല്യാണിക്ക് അപ്പോഴാണ് പറഞ്ഞത്. അങ്ങനെ അത് പറഞ്ഞപ്പോഴുള്ള 2 പേരുടെ റിയാക്ഷൻ അത് നാട്ടിൽ പോവുകയാണേ എന്നൊക്കെ. കാരണം കൊതിച്ചിരുന്നിട്ട് അത് മാറ്റി വെച്ച് വീണ്ടും കിട്ടിയപ്പോഴുള്ളൊരു സന്തോഷം. പിന്നെ നമുക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. കാരണം നീ രാവിലെ എല്ലാം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ മക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് ഞാനും ജാനുട്ടിയും ബർഗർ കഴിച്ചു. കല്യാണിക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഏട്ടനൊരു പൊറോട്ട സാൻഡ്വിച്ചും കഴിച്ചു. പിന്നെ ഇപ്പോൾ ഫുട്ബോളൊക്കെ ആയതുകൊണ്ട് അതിന് ടോയ്സൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ 2 ടോയ്സൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ ഒരു കുറേ നേരം അവിടെ നിന്ന് കറങ്ങി അടിച്ചുമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 മണിയായപ്പോഴായിരുന്നു നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറിയത്. ഫ്ലൈറ്റ് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റഡ് ആണ് പുള്ളിക്കാരി കാണിക്കുന്നതുകൊണ്ട് ഫ്ലൈറ്റ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നല്ല ഉറക്കമൊന്നും വലിയ ശരിയായിട്ടില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ ഉറങ്ങാനൊന്നും അവർക്ക് നേരെ പറ്റിയില്ല. കാരണം ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഇട്ടു ഉറങ്ങിയൊരു ശീലവും ഇല്ലല്ലോ. ലൈറ്റ് ഓഫ് ചെയ്യും, പിന്നെ സീറ്റിലല്ലേ ഉറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കല്യാണി ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. ഉറങ്ങാൻ പറ്റാത്തതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല കരച്ചിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് നല്ല കരച്ചിലായിരുന്നു.
അങ്ങനെ ഒരുവിധം ഈ ലാൻഡ് ചെയ്ത സമയത്ത് ചെവി അടയ്ക്കുമല്ലോ, അപ്പോൾ എനിക്കും ഇത് ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെ അതിൻ്റെ കരച്ചിലും വേറെ. അങ്ങനെ ഒരു 4:30 മണിയായപ്പോഴും നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. എൻ്റെ അനിയനായിരുന്നു എയർപോർട്ടിൽ വന്നത്. അവൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ ആദ്യം പോകുന്നത് ഏട്ടൻ്റെ വീട്ടിലാണ്, മടവൂര്. അവിടെ ചെന്നപ്പോഴും നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള റോഷിനെയായിട്ട് ആദ്യം കണ്ടത്. ആദ്യം അവൾ നെട്ടി. ഞാൻ വീഡിയോ ഓൺ ചെയ്തപ്പോൾ അയ്യോ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യത്തത്. അമ്മയുടെ റിയാക്ഷനായിരുന്നു ഇത്. നീ വരില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നോക്കുമായിരുന്നു. എല്ലാവരും ശരിക്കും ഷോക്കായി. പിന്നെ ഫുൾ ടൈം അവർ പുറത്ത് തന്നെയായിരുന്നു. കാരണം അമ്മ പുറത്തൊക്കെ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവർ അമ്മയുടെ പുറകെ തന്നെയായിരുന്നു. കാരണം ഫ്ലാറ്റിൽ തന്നെ അടച്ചിരുന്നിട്ട് അവർക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം. അങ്ങനെ എപ്പോഴും പുറത്ത് നിൽക്കാനൊക്കെയാണ് അവർക്ക് ഇഷ്ടം ഇരുന്നത്. കാരണം പട്ടിയുണ്ട് പുറത്തൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ അവരിറങ്ങും. അവർക്ക് ആ കൂട്ടിലടച്ച കിളിയെ പറന്നു വിടുന്ന പോലെ ഒരു സന്തോഷമായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നത്. എൻ്റെ വീടും ഏട്ടൻ്റെ വീടും ഏകദേശം ഒരു 55 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. എൻ്റെ വീട് പേയാടാണ്. ഈ പാങ്ങോടൊക്കെ കഴിഞ്ഞിട്ട് പേയാടാണ് എൻ്റെ വീട്. ഈ മിലിറ്ററി ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് പോകണം. എൻ്റെ അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാമേ. അമ്മ ആകെപ്പാടെ ഷോക്കായിപ്പോൾ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഉമ്മയൊക്കെ കൊടുത്തു. ഇനി പതിയെ നാട്ടിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.